സുന്നത്ത് നമസ്കാരങ്ങൾ എവിടെ വെച്ച് നിർവഹിക്കുന്നതാണ് ഏറ്റവും നല്ലത്? പള്ളിയിൽ വെച്ചിട്ട് നിസ്കരിക്കുന്നതാണോ അതല്ല വീട്ടിൽ വെച്ച് നിർവഹിക്കലാണോ? ഏതാണ് ഏറ്റവും നല്ലത്? പള്ളിയിൽ വെച്ച്, പിന്നെ വീട്ടിൽ വെച്ച്. രണ്ടഭിപ്രായം. ആയിക്കോട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലു അയ്യുഹന്നാസ് ഫീ ബുയൂത്തിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ വീടുകളിൽ വെച്ച് നിസ്കരിക്കുക. ഫഇന്ന അഫ്ളല സ്വലാത്തി സ്വലാത്തുൽ മർഇ ഫീ ബൈതിഹി ഇല്ലൽ മക്തൂബ. ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം, ഏറ്റവും ഉത്തമമായ നിസ്കാരം അതൊരു മനുഷ്യൻ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന നിസ്കാരമാണ്. ഇല്ലൽ മക്തൂബ. ഏത് നിസ്കാരം ഒഴികെ? നിർബന്ധമായ നിസ്കാരങ്ങൾ ഒഴികെ. നിർബന്ധമായ നിസ്കാരങ്ങൾ പള്ളിയിൽ വന്നിട്ട് തന്നെയാണ് നിസ്കരിക്കേണ്ടത്. അപ്പോൾ പള്ളിയിൽ വെച്ച് സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുന്നതിനേക്കാളും നല്ലത് വീട്ടിൽ വെച്ച് സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കലാണ്. അപ്പോൾ ദുഹാ നിസ്കാരം എവിടെ വെച്ച് നിസ്കരിക്കൽ ഏറ്റവും നല്ലത്? വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് നല്ലത്. റവാത്തിബ് സുന്നത്തുകൾ വീട്ടിൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ തഹജ്ജുദ്, വിത്ർ, ഇതൊക്കെ എവിടെ വെച്ചിട്ടാണ് നിസ്കരിക്കുന്നത് ഏറ്റവും നല്ലത്? വീട്ടിൽ വെച്ചിട്ട് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. എന്നാൽ ജമാഅത്ത് അള്ളാഹു ശറഅാക്കിയ, ജമാഅത്ത് നിയമമാക്കിയ നിസ്കാരങ്ങൾ ഉണ്ടാകും. അപ്പോൾ തറാവീഹ് നിസ്കാരം അതെവിടെ വെച്ച് നിസ്കരിക്കലാണ് നല്ലത്? പള്ളിയിൽ വെച്ച് നിസ്കരിക്കലാണ് നല്ലത്. അതുപോലെ തന്നെ ഗ്രഹണ നിസ്കാരം, സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം, ഇതൊക്കെ ജമാഅത്ത് നിസ്കാരങ്ങളുള്ള സുന്നത്ത് നിസ്കാരങ്ങളാണ്. അതൊക്കെ എവിടെ വെച്ചിട്ടാണ് നിർവഹിക്കേണ്ടത്? പള്ളിയിൽ വെച്ച് നിർവഹിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ സുന്നത്ത് നിസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിർവഹിക്കുക എന്നതാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്, ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിച്ചത് വീട്ടിലാണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന്റെ തൊട്ടപ്പുറത്താണ് ഏത് പള്ളി? ഏത് പള്ളി? മദീന പള്ളി. മസ്ജിദുൻ നബവി എന്ന് പറഞ്ഞാൽ ഒരു മതിലിന്റെ ദൂരേ ഉള്ളൂ, അപ്പുറത്തും ഇപ്പുറത്തുമാണ്. അപ്പൊ ആ മസ്ജിദുൻ നബവി തൊട്ടടുത്തുണ്ട്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്ത് നിസ്കരിച്ചത് വീട്ടിൽ വെച്ചിട്ടാണ്. ഈ മസ്ജിദുൻ നബവിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ നമ്മൾ 2 റക്അത്ത് നിസ്കരിക്കുന്നു, ഒരാൾ മദീനയിലെ മസ്ജിദുൻ നബവിയിൽ 2 റക്അത്ത് നിസ്കരിക്കുന്നു. രണ്ടാൾക്ക് ഒരേ കൂലിയാണോ? അല്ല. മസ്ജിദുൻ നബവി നിസ്കരിച്ച ആൾക്ക് എത്ര കൂലി കിട്ടും? ഇവിടെ നിസ്കരിച്ച ആളെക്കാളും 1000 ഇരട്ടി പ്രതിഫലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വലാത്തുൻ ഫീ മസ്ജിദി ഹാദാ ഖൈറും മിൻ അൽഫി സ്വലാത്തിൻ ഫീമാ സിവാഹ് ഇല്ലൽ മസ്ജിദൽ ഹറാം. എൻ്റെ ഈ പള്ളിയിൽ വെച്ച് ആരെങ്കിലും നിസ്കരിക്കുകയാണെങ്കിൽ അത് മറ്റു പള്ളികളിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാളും 1000 ഇരട്ടി പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. ഏത് പള്ളി ഒഴികെ? ഇല്ലൽ മസ്ജിദുൽ ഹറാം. മസ്ജിദുൽ ഹറാം ഒഴികെ. മസ്ജിദുൽ ഹറാം എവിടെയാണ്? മക്കയിലാണ്. മക്കയിലെ പള്ളി. മക്കയിലെ പള്ളിയിൽ വെച്ചിട്ട് 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ കൂലി എത്രയാണ്? ഇവിടെ നിസ്കരിക്കുന്നതിനേക്കാളും 1,00,000 കൂലിയാണ്. ലോകത്തുള്ള ബാക്കിയുള്ള പള്ളികൾ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാളും 1,00,000 ഇരട്ടി പ്രതിഫലമാണ് മസ്ജിദുൽ ഹറാമിൽ വെച്ചിട്ട് നിസ്കരിക്കുമ്പോൾ. മസ്ജിദുൽ അക്സയിലാകുമ്പോഴോ? മസ്ജിദുൽ അക്സയിലാകുമ്പോൾ 500, 250 എന്നുള്ള പല റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഹദീസിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഏതായാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത്രക്കും കൂലി കിട്ടുന്ന ഒരു പള്ളി തൊട്ടടുത്തുണ്ടായിട്ടും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിച്ചത് വീട്ടിൽ വെച്ചിട്ടായിരുന്നു. അതാണ് നമ്മുടെ വിഷയം. മദീന പള്ളി തൊട്ടടുത്തുണ്ടായിട്ടും നബിന്റെ സുന്നത്ത് നിസ്കാരങ്ങൾ പെരയിലാണ്. നമ്മുടെ ഉമ്മ ആയിഷ ബീവി പറയുന്നുണ്ട്, കാന യുസല്ലി ഫീ ബൈതി ഖബ്ല അദ്ദുഹ്രി 4. എൻ്റെ വീട്ടിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുഹറിന് മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കും. സുമ്മ യഖ്റുജു, എന്നിട്ട് പള്ളിയിലേക്ക് പോകും. ഫയുസല്ലി ബിന്നാസ്, എന്നിട്ട് ജനങ്ങൾക്ക് ഇമാമായിട്ട് നിസ്കരിക്കും. സുമ്മ യദ്ഖുലു, പിന്നെ വീണ്ടും വീട്ടിലേക്ക് വരും. ഫയുസല്ലി റക്അത്തൈൻ, എന്നിട്ട് ദുഹറിന് ശേഷം ചെയ്യും 2 റക്അത്ത് നിസ്കരിക്കും. വകാന യുസല്ലി ബിന്നാസി അൽ മഗ്രിബ, പിന്നെ ജനങ്ങൾക്ക് ഇമാം എന്നിട്ട് മഗ്രിബ് നിസ്കരിക്കും. സുമ്മ യദ്ഖുലു ഫയുസല്ലി റക്അത്തൈൻ, പിന്നെ വീട്ടിൽ വന്നിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. വയുസല്ലി ബിന്നാസി അൽ ഇശാ, പിന്നെ ജനങ്ങൾക്ക് ഇമാം എന്നിട്ട് ഇശാ നിസ്കരിക്കും. വയദ്ഖുലു ബൈതി, പിന്നെ എൻ്റെ വീട്ടിലേക്ക് വരും. ഫയുസല്ലി റക്അത്തൈൻ, എന്നിട്ട് ഇശാക്ക് ശേഷമുള്ള 2 റക്അത്ത് നിർവഹിക്കും. അപ്പൊ ഇവിടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുന്നത് വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പൊ നമ്മൾ അറിയേണ്ടത്, നമുക്ക് കഴിയുമെങ്കിൽ നമ്മൾ വീട്ടിൽ വെച്ച് തന്നെയാണ് സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കേണ്ടത്. അതാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. അതിനർത്ഥം പള്ളിയിൽ വെച്ച് നിസ്കരിക്കാൻ പാടില്ല എന്നാണോ? അല്ല, പള്ളിയിൽ വെച്ചിട്ട് നിസ്കരിക്കാം, എന്നാൽ ഏറ്റവും നല്ലത് വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതാണ്. എന്നാൽ ചില ആളുകൾക്ക് ചിലപ്പോൾ പള്ളിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നിസ്കരിക്കാൻ പറ്റില്ല. ഇപ്പോൾ മഗ്രിബിന് ശേഷമുള്ള റവാത്തിബ് സുന്നത്ത് നമ്മൾ വീട്ടിൽ പോയി നിർവഹിക്കുകയാണെങ്കിൽ ഇവിടെ ക്ലാസ്സിന് ഇരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ചില ആളുകളുടെ വീട് കുറച്ച് ദൂരമായിരിക്കും. അപ്പോൾ ബാങ്ക് കൊടുത്തിട്ടാണ് റവാത്തിബ് നിസ്കരിക്കേണ്ടത്. റവാത്തിബിന്റെ സമയം അതാണല്ലോ. അപ്പോൾ ബാങ്ക് കൊടുത്തിട്ട് ഒരാൾ റവാത്തിബ് നിസ്കരിച്ചിട്ട് പെരേന്ന് പുറപ്പെടാൻ ചിലപ്പോൾ ഇവിടെ ജമാഅത്ത് തുടങ്ങും, അല്ലെങ്കിൽ ജമാഅത്ത് നിസ്കാരം തുടങ്ങും. ചിലപ്പോൾ ദൂരമായിരിക്കും പള്ളി. അപ്പോൾ അങ്ങനത്തെ അവസ്ഥ ഉണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യുക? പള്ളിയിൽ വന്നിട്ട് എന്ത് ചെയ്യുക?
നിസ്കരിക്കുക എന്നുള്ളതാണ്. ഇനി ചിലപ്പോൾ പള്ളിയിൽ വെച്ച് നിർവഹിക്കാതെ വീട്ടിലേക്ക് പോയാൽ ചിലപ്പോൾ ശ്രദ്ധ തെറ്റും, അവിടെ വേറെ തിരക്കുകൾ ഉണ്ടാകും, പിന്നെ നിസ്കാരം തന്നെ എളുപ്പം ഉണ്ടാവില്ല. അപ്പോൾ നിസ്കാരം തന്നെ ഇല്ലാത്തതിനേക്കാളും നല്ലത് എന്താണ്? പള്ളിയിൽ വെച്ചിട്ട് നിർവഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പള്ളിയിൽ വെച്ചിട്ട് സുന്നത്ത് നിസ്കാരങ്ങൾ പറ്റൂല എന്നൊന്നുമല്ല, എന്നാൽ ഏറ്റവും നല്ലത് എന്താണ്? വീട്ടിൽ വെച്ച് നിർവഹിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വീട്ടിൽ വെച്ച് സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുമ്പോൾ അതിന് കുറേ മെച്ചങ്ങളുണ്ട്. ഒന്ന്, അത് റിയായിൽ നിന്നുള്ള സംരക്ഷണമാണ്. എന്താണ് റിയാ എന്ന് പറഞ്ഞാൽ? എന്താ റിയാ എന്ന് പറഞ്ഞാൽ? ആളുകൾ കാണാൻ വേണ്ടിയിട്ട് ചെയ്യാം. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, എന്തിനാണ് നിസ്കരിക്കുന്നത്? ഓൻ നല്ല ഉഷാറാണ്, നല്ല നിസ്കരിക്കുന്ന ഒരാളാണ്, സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ഉണ്ട് എന്ന ആൾക്കാർ പറയണം, അതിനു വേണ്ടി ചെയ്യാം. വളരെ അപകടമുള്ള ഒരു സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ ഭാഷയിൽ താക്കീത് നൽകിയ വിഷയമാണ്. മസീഹുദ് ദജ്ജാലിനെക്കാളും ഞാൻ പേടിക്കുന്നത് റിയാഇന്റെ ഫിത്നയാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു സംഗതി ചെയ്യുമ്പോൾ, നമ്മളൊന്ന് നിസ്കരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു സുന്നത്ത് നോമ്പ് എടുക്കുമ്പോൾ, നമ്മൾ ഖുർആൻ ഓതുമ്പോൾ, അത് വേറൊരാൾ കാണണമെന്നും ഓര് നമ്മളെ പറ്റിയിട്ട് നല്ലത് പറയണമെന്നുമാണ് നമ്മുടെ മനസ്സിലുള്ളത് എങ്കിൽ അത് ഏറ്റവും വലിയ അപകടമാണ്. ഒന്ന്, ആ കർമ്മം അള്ളാഹു സ്വീകരിക്കൂല. രണ്ട്, അത് ചെയ്തതിന് നമുക്ക് കുറ്റാണ്. ഒരാൾക്ക് നിസ്കരിച്ചിട്ട് കുറ്റം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അപകടം എത്രയെന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് അള്ളാഹുവിന് വേണ്ടി മാത്രം എന്നത് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇപ്പൊ നഹാബന്ത് യുദ്ധം കഴിഞ്ഞിട്ട് ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് മുസ്ലിം സൈന്യം തിരിച്ചു വന്നു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു അവരോട് ചോദിക്കുന്നുണ്ട്, ആരൊക്കെ യുദ്ധത്തിൽ ഷഹീദുകളായി, ആരൊക്കെ ഈ യുദ്ധത്തിൽ മരിച്ചിട്ടുണ്ട്? അപ്പോൾ വന്ന ആൾക്കാർ പറഞ്ഞു, ഫുലാൻ വ ഫുലാൻ വ ഫുലാൻ വ ഫുലാൻ വ ഫുലാൻ. കുറച്ച് ആൾക്കാരൊക്കെ പേരെടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞു, ഇവർ മരിച്ചിട്ടുണ്ട്, അവർ മരിച്ചിട്ടുണ്ട്, ഇയാൾ ഷഹീദായിട്ടുണ്ട്, അവർ ഷഹീദായിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ വേറെയും കുറച്ച് ആൾക്കാരുണ്ട്, അവരും ഈ യുദ്ധത്തിൽ ഷഹീദായവരാൻ, പക്ഷെ അവരെ നിങ്ങൾക്കറിയില്ല അമീറുൽ മുഅ്മിനീൻ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ട് തിരിച്ചു പോയിക്കാണ്. ഉമറിന് അവരെ അറിയില്ല എന്നതുകൊണ്ട് അവർക്ക് എന്താണ് നഷ്ടപ്പെടാനുള്ളത്? വലാകിന്ന അല്ലാഹ യഅരിഫുഹും, ഉമറിന് അവരെ അറിയില്ല എങ്കിലും അള്ളാഹുവിന് അവരെ അറിയാം. അതുകൊണ്ട് ഉമറിന് അവരെ അറിയില്ല എന്നുകൊണ്ട് അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. നമ്മൾ സുന്നത്ത് നിസ്കരിക്കുന്നത് വേറൊരാൾ അറിഞ്ഞു എന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ല, അറിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനുമില്ല. അപ്പൊ നമ്മുടെ ഓരോ കർമ്മങ്ങളും അത് എൻ്റെ റബ്ബ് അറിയുന്നുണ്ട്, അവൻ എനിക്ക് ഏറ്റവും നല്ല പ്രതിഫലം നൽകുമെന്ന ചിന്തയോട് കൂടി ആയിരിക്കണം നമ്മൾ നിർവഹിക്കേണ്ടത്. അപ്പൊ വീട്ടിൽ വെച്ചിട്ട് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ പുറത്തുനിന്ന് ഒരാൾ കാണുന്നില്ല, അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് അങ്ങനത്തെ ഒരു ചിന്ത വരുന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം, വീട്ടിൽ വെച്ചിട്ട് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഇമാം നവവി റഹിമഹുല്ലാഹു തആല പറയാണ്, അത് വീടിനൊരു ബറക്കത്താണ്. വീട്ടിൽ വെച്ചിട്ട് ഖുർആൻ ഓതുക, വീട്ടിൽ വെച്ചിട്ട് സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുക, അത് പിശാച് അകന്നു പോകാനുള്ള കാരണമാണ്. വീടിനൊരു ബറക്കത്തും റഹ്മത്തും ഒക്കെയാണ്. മൂന്നാമത്തെ ഒരു കാര്യം, അത് വീട്ടിലുള്ള കുടുംബക്കാർക്കും അതുപോലെ തന്നെ മക്കൾക്കൊക്കെ ഒരു പ്രചോദനമാണ്. ഇപ്പം നിങ്ങൾ വീട്ടിൽ നിന്ന് വെറുതെ സുന്നത്ത് നിസ്കരിച്ച് നോക്കി, നിങ്ങളെ പെരയിൽ 1.5 വയസ്സായ 2 വയസ്സായ കുട്ടികളുണ്ടാകും. ഓര് നിങ്ങളെ കൂടെ വന്നിട്ട് സുന്നത്ത് നിസ്കരിക്കും. നമ്മൾ റുക്കൂ ചെയ്യുമ്പോൾ അവർ റുക്കൂ ചെയ്യും, നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ ഒരു സുജൂദ് ചെയ്യും. ചിലപ്പോൾ തുണി കുപ്പായൊന്നും എടുത്തിട്ടുണ്ടാവില്ല, എന്നാലും ആ ഒരു ശീലം ആ കുട്ടിയിൽ ചെലുത്തുന്ന സ്വാധീനം അത് ചെറുതൊന്നുമല്ല. അപ്പൊ അതൊക്കെ വീട്ടിൽ വെച്ചിട്ട് സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുമ്പോഴുള്ള മെച്ചമാണ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച ഒന്നാമത്തെ മസല, സുന്നത്ത് നിസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിർവഹിക്കലാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. പള്ളിയിൽ വെച്ച് നിർവഹിക്കാം, എന്നാൽ ഏറ്റവും നല്ലത് വീട്ടിൽ വെച്ച് നിർവഹിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളി അല്ലെ, ബാക്കിയുള്ള പള്ളികൾ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാളും 1000 ഇരട്ടി കൂലി കിട്ടുന്ന മദീന പള്ളി തൊട്ടടുത്തുണ്ടായിട്ടും വീട്ടിൽ വെച്ചിട്ടാണ് നിസ്കരിച്ചിട്ടുള്ളത്. എന്നാൽ ജമാഅത്ത് നിസ്കാരങ്ങൾ മതനിയമമാക്കപ്പെട്ടിട്ടുള്ള നിസ്കാരങ്ങൾ, തറാവീഹ് നിസ്കാരം, ഗ്രഹണ നിസ്കാരം, അങ്ങനത്തെ നിസ്കാരങ്ങൾ ജമാഅത്തായിട്ട് തന്നെ നിർവഹിക്കുകയുമാണ് വേണ്ടത്. ഇനി രണ്ടാമത്തെ ഒരു മസ്അല, റവാത്തിബ് സുന്നത്തുകളിൽ പ്രത്യേകമായിട്ട് ഓതേണ്ട സൂറത്തുകൾ ഉണ്ടോ? റവാത്തിബ് സുന്നത്തുകൾ നിസ്കരിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഏതെങ്കിലും സൂറത്തുകൾ നമ്മൾ ഓതേണ്ടതുണ്ടോ? ഉണ്ടോ? സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിൽ പ്രത്യേകമായിട്ട് ഓതേണ്ട സൂറത്തുകളുണ്ട്. പിന്നെ വേറെ ഏത് സുന്നത്ത് നിസ്കാരത്തിലുള്ളത്? മഗ്രിബിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത്, റവാത്തിബ് സുന്നത്തിന്റെ കാര്യം നമ്മൾ പറയുന്നത്. അപ്പോൾ ഫജറിന് മുമ്പുള്ള 2 റക്അത്ത് റാത്തിബത്തിലും അതുപോലെ തന്നെ മഗ്രിബിന് ശേഷമുള്ള 2 റക്അത്ത് റാത്തിബത്തിലും പ്രത്യേകമായിട്ട് ഓതേണ്ട സൂറത്തുകൾ വന്നിട്ടുണ്ട്. ഒന്ന് ഫാത്തിഹ ഓതണം. ഫാത്തിഹ ഓതാൻ നിസ്കരിക്കാൻ പറ്റുമോ? ലാ സ്വലാത്ത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതാത്തതിന് എന്തില്ല? നിസ്കാരമില്ല. ഫാത്തിഹയ്ക്ക് ശേഷം ഓതുന്ന സൂറത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ പ്രത്യേകമായി ഓതാൻ വന്നത് 2 നിസ്കാരങ്ങളിലാണ്. ഒന്ന് ഫജറിന് മുമ്പുള്ള 2 റക്അത്തും അതുപോലെ തന്നെ മഗ്രിബിന് ശേഷമുള്ള 2 റക്അത്തും.
അപ്പൊ അതില് ഫജറിന് മുമ്പുള്ള 2 റക്അത്തിൽ ഏതൊക്കെ സൂറത്തുകളാണ് ഓതേണ്ടത്? സൂറത്തുൽ കാഫിറൂൻ, അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. ഒന്നാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ്. ഈ 2 സൂറത്തുകൾ ഓതിയിട്ട് ഫജറിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളത് സുന്നത്താണ്. ഈ 2 സൂറത്തുകൾ ഓതുക എന്നുള്ളത് സുന്നത്താണ്. ഇനി ഈ 2 സൂറത്തുകൾ അല്ല എങ്കിൽ നബി ഓതിയിരുന്ന 2 ആയത്തുകളുണ്ട്. ഒന്ന് സൂറത്തുൽ ബഖറയിലെ 136 ആയത്താണ്. ഖൂലു ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില ഇലാ ഇബ്രാഹീമ വ ഇസ്മാഈൽ എന്ന് തുടങ്ങുന്ന ആയത്ത്. സൂറത്തുൽ ബഖറയിലെ 136 ആയത്ത് ഒന്നാമത്തെ റക്അത്തിൽ ഓതും. രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ യാ അഹ്ലൽ കിതാബ് തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനക്കും എന്ന സൂറത്തു ആലു ഇമ്രാനിലെ 64 ആയത്ത് ഓതും. ഇത് രണ്ടും നബിന്റെ സുന്നത്താണ്. ഒന്നുകിൽ സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ട് നിസ്കരിക്കുക, അല്ലെങ്കിൽ സൂറത്തുൽ ബഖറയിലെ 136 ആയത്തും സൂറത്തു ആലു ഇമ്രാനിലെ 164 ആയത്തും ഓതിയിട്ട് നിസ്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതറിയാത്ത ആൾക്കാർ എന്താ ചെയ്യുക? സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. ഒരാൾക്ക് സൂറത്തുൽ ബഖറയിലെ ആയത്തും ആലു ഇമ്രാനിലെ ആയത്തും അറിയില്ല, ഓരെന്താ ചെയ്യുക? സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ഇഖ്ലാസും ഓതിയിട്ട് നിസ്കരിക്കുക എന്നുള്ളതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റഖംതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 20 മറ, 20 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജറിന് മുമ്പുള്ള സുന്നത്തും മഗ്രിബിന് ശേഷമുള്ള സുന്നത്തും നിസ്കരിക്കുമ്പോൾ ഞാൻ നബിയെ നിരീക്ഷിച്ചു, നബി എന്താണ് ഓതുന്നതെന്ന് ശ്രദ്ധിച്ചു. ആ 20 തവണയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ റക്അത്തിൽ ഓതിയത് സൂറത്തുൽ കാഫിറൂനും രണ്ടാമത്തെ റക്അത്തിൽ ഓതിയത് സൂറത്തുൽ ഇഖ്ലാസുമാണ്. അപ്പൊ ഈ 2 സൂറത്തുകൾ പ്രത്യേകം സുന്നത്താണ്. സുന്നത്ത് ഫജറിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിലും മഗ്രിബിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്തിലും. ഈ ഫജറിന് മുമ്പ് നേരത്തെ പറഞ്ഞ 2 ആയത്തുകളും സുന്നത്താണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് മാറ്റി മാറ്റി ഓതാം. ഒന്നിരിക്കും അത്, അല്ലെങ്കിൽ ഇത്. രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട സുന്നത്തുകളാണ്. ഇനി ഇവിടെ ഫജറിന്റെ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ചുരുക്കിയിട്ടാണ് എന്ത് നിർവഹിച്ചിരുന്നത്? ഫജറിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിർവഹിച്ചിരുന്നത്. നബി ഫജറിന് മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ആയിഷ ബീവി ചോദിക്കലുണ്ട്, എന്നാ നിങ്ങൾ ഫാത്തിഹ ഓതിയോ എന്ന് ആയിഷ ബീവി ചോദിച്ചിരുന്നതാണ് നബിനോട്. അത്രക്കും ലഘുവായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിരുന്നത്? ഫജറിന് മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിച്ചിരുന്നത്. ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, അപ്പോൾ ഫജറിന് മുമ്പുള്ള സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ റുക്കൂകളും അതുപോലെ തന്നെ സുജൂദുകളും നൃത്തവും ഒക്കെ ലഘുവായിട്ടാണ് നിർവഹിക്കേണ്ടത്. അതാണ് സുന്നത്ത്. അപ്പോൾ റുക്കൂൽ എന്ത് ചെയ്താൽ മതി? 3 തവണ ദിക്ർ ചൊല്ലിയാൽ മതി. സുജൂദിൽ 3 തവണ ചൊല്ലിയാൽ മതി. അവിടെ 5ഉം 7ഉം 9ഉം അങ്ങനെ നീട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അതല്ല സുന്നത്ത്, ലഘുവായിട്ട് നിർവഹിക്കലാണ് സുന്നത്ത്. അപ്പോൾ ഒരാൾ ഫജറിന് പള്ളിക്ക് വന്നു, അല്ലെങ്കിൽ വീട്ടിൽ വെച്ചിട്ട് സുന്നത്ത് നിസ്കരിക്കാൻ. അപ്പോൾ അയാൾ സുദീർഘമായിട്ട് പാരായണം ചെയ്ത് നിസ്കരിക്കുന്നു, നീണ്ട റുക്കൂകൾ, നീണ്ട സുജൂദുകൾ. വേറൊരാൾ വളരെ ലഘുവായിട്ട് സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ട് നിസ്കരിക്കുന്നു. ഇതിൽ രണ്ടിലും ആർക്കാണ് ഏറ്റവും കൂടുതൽ കൂലി കിട്ടുക? ആർക്കാ കൂലി കിട്ടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പാലിച്ച് ലഘുവായിട്ട് നിർവഹിച്ച ആൾക്കാണ് കൂടുതൽ കൂലി കിട്ടുക. അപ്പൊ ചില സമയത്ത് നിസ്കാരങ്ങൾ എന്താക്കണം? ലഘുവായിട്ട് നിർവഹിക്കണം, ചില സമയത്ത് സുദീർഘമായിട്ട് നിർവഹിക്കണം. അപ്പൊ ലഘുവായിട്ട് തന്നെ നിസ്കരിക്കുന്നതിനുള്ള വേറൊരു ഉദാഹരണമാണ്, ഇപ്പോൾ വെള്ളിയാഴ്ച ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഖതീബ് ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ പള്ളിയിലേക്ക് കയറി വരുന്നത്. അപ്പോൾ പള്ളിക്ക് കയറി വന്നാൽ നേരം എന്ത് ചെയ്യണം? ഇവിടെ വന്നിട്ട് ഇരിക്കണം. ലൈസാനെ പിന്നെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് സുലൈഖ് അൽ ഖത്ഫാനി റളിയല്ലാഹു അൻഹു കയറി വന്നു. ആ സ്വഹാബി നിസ്കരിക്കാതെ ഇരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ സുലൈഖു കും ഫർക റക്അത്തൈൻ. സുലൈഖ്, നീ എഴുന്നേറ്റിട്ട് 2 റക്അത്ത് നിസ്കരിക്ക്. വതജവ്വസ് ഫീഹിമാ. ആ 2 റക്അത്ത് വളരെ ചുരുക്കി ലഘുവായിട്ട് നിർവഹിക്ക് എന്ന് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ ജാഅ അഹദുകും യൗമൽ ജുമുഅത്തി. ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് വരുന്നു, വൽ ഇമാമു യഖ്തുബു. എപ്പോഴാ പള്ളിക്ക് വരുന്നത്? ഇമാമു ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ്. ഫൽയർക റക്അത്തൈൻ. അവൻ എന്ത് ചെയ്യണം? 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. ഫൽയതജവ്വസ് ഫീഹിമാ. ആ 2 റക്അത്ത് വളരെ ലഘുവായിട്ട് നിർവഹിക്കാന്നുള്ളതാണ്. ചില ആൾക്കാർ നേരെ പള്ളിക്ക് കയറി വരും, ഇമാമു ഖുതുബ പറയുന്നുണ്ടാവും, നേരെ വന്നിട്ട് ഇരിക്കും, 2 റക്അത്ത് നിസ്കരിക്കൂല. അത് ശരിയല്ല. ഇനി 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ തന്നെ അത് നീട്ടി വലിച്ചിട്ട് നിസ്കരിക്കല്ല വേണ്ടത്. പെട്ടെന്ന് നിസ്കരിച്ചിട്ട് എന്ത് ചെയ്യാം? അവിടെ ഇമാം ഇങ്ങനെ ഖുതുബ പറയുന്നുണ്ടാകും, ഖതീബ് മിമ്പർമന്ന് ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ടാവും, ഇവിടുന്ന് ഇങ്ങനെ പൊരിഞ്ഞ നിസ്കാരം. അപ്പോൾ അതെന്തല്ല, അത് ശരിയായ രീതിയല്ല. എന്ത് ചെയ്യണം? വളരെ ചുരുക്കിയിട്ടാണ് നിർവഹിക്കേണ്ടത്. ഇനി നീട്ടി നിർവഹിക്കേണ്ട നിസ്കാരങ്ങൾ അങ്ങനെ നീട്ടിയിട്ട് നിർവഹിക്കുക. ഇപ്പോൾ തഹജ്ജുദ്, രാത്രി നിസ്കാരം, അത് സുദീർഘമായിട്ട് ഓതിയിട്ടാണല്ലോ നബി നിസ്കരിച്ചത്. നബിന്റെ കാലിൽ നീര് വന്നു എന്നാ പറഞ്ഞ ആയിഷ ബീവി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബിന്റെ കൂടെ രാത്രി നിസ്കരിക്കാൻ നിന്നു.
ഒറ്റ റക്കാത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ബഖറയും സൂറത്തു ആൽ ഇംറാനും സൂറത്തു നിസാഉം ഓതി. ഒറ്റ റക്കാത്തിൽ 5 ജുസ് ആണ് ആ 3 സൂറത്തുകൾ. അപ്പൊ നബിന്റെ ആ രാത്രി നിസ്കാരത്തിന്റെ നീളം എത്രയായിരിക്കും? അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സൂര്യഗ്രഹണം ഉണ്ടായ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗ്രഹണ നിസ്കാരം നിർവഹിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഫഖാമ ഖിയാമൻ തവീല നഹ്വൻ മിൻ സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ ഓതിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതെന്നാണ്. അപ്പൊ ചില നിസ്കാരങ്ങൾ സുദീർഘമായി പാരായണം ചെയ്ത് നീണ്ട റുക്കൂകളും നീണ്ട സുജൂദുകളൊക്കെ ഉള്ള നിസ്കാരങ്ങൾ ഉണ്ടാകും. അതല്ലാതെ വളരെ ലഘുവായിട്ട് ചുരുക്കി നിർവഹിക്കേണ്ട നിസ്കാരങ്ങളും ഉണ്ടാകും. അപ്പൊ ഇതാണ് നമ്മൾ പഠിച്ച രണ്ടാമത്തെ മസ്അല. പ്രത്യേകമായിട്ട് ഓതേണ്ട സൂറത്തുകൾ അത് സുന്നത്ത് നിസ്കാരത്തിലുള്ളത് ഫജറിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിലും അതുപോലെ തന്നെ മഗ്രിബിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്തിലുമാണ്. ഇനി അടുത്തൊരു മസ്അല, ഫർള് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ റവാത്തിബ് നിസ്കരിക്കുകയാണ്. അപ്പോൾ സ്ഥലം മാറി നിൽക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഫർള് നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് കുറച്ച് അങ്ങോട്ട് മാറി അല്ലെങ്കിൽ കുറച്ച് ഇപ്പുറത്തേക്ക് മാറിയിട്ട് നിസ്കരിക്കുന്നത് അതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെന്നോ ഇല്ലാന്നോ? ഉണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഫഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമറനാ ബിദാലിക അല്ലാ തുസല സ്വലാത്തുൻ ഹത്താ നതകല്ലമ ഔ നഖ്റുജ. ഒന്നിരിക്ക് എന്താ ചെയ്യുക? തൊട്ടടുത്തിരിക്കുന്ന ആളോട് എന്തെങ്കിലും ഒരു സംസാരം, എന്താണ് വിശേഷം, വീട്ടിലൊക്കെ സുഖല്ലേ, എന്താണ്, ഫർള് നിസ്കാരം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ സംസാരിക്കണം എന്നല്ല, അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ കഥ പറഞ്ഞിരിക്കണം എന്നല്ല. സുന്നത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കുക, ഒരു വേർതിരിവ് ഉണ്ടാക്കണം. അത് ഒന്നിരിക്ക സംസാരം കൊണ്ട് തൊട്ടടുത്തിരിക്കുന്ന ഒരാളോട് സംസാരിച്ചിട്ട് പിന്നെ എഴുന്നേറ്റിട്ട് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ആ സുന്നത്തിന്റെ കൂലി നമുക്ക് കിട്ടി. ഇനി സംസാരിച്ചിരുന്നില്ല എങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് അപ്പുറത്തേക്ക് മാറി നിൽക്കുക, അല്ലെങ്കിൽ ഒന്ന് ഇപ്പുറത്തേക്ക് മാറി നിൽക്കുക. ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ അല്ലാതെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, അങ്ങനെ ഫർള് നിസ്കരിച്ചതിന് ശേഷം ഒന്ന് അങ്ങോട്ടോ അല്ലെങ്കിൽ ഒന്ന് ഇങ്ങോട്ടൊക്കെ മാറിയിട്ട് അവിടെ തന്നെ നിന്ന് നിസ്കരിക്കാതെ കുറച്ച് അപ്പുറത്തേക്കൊക്കെ മാറിയിട്ട് സുന്നത്ത് നിസ്കരിക്കുക എന്നത് സുന്നത്താൻ. അതിന്റെ ഒരു മെച്ചം വേറെ എന്താന്ന് വെച്ചാൽ, യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ പറയുന്ന ഒരു ദിവസമുണ്ട്. നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും ഭൂമി സാക്ഷി നിൽക്കും. അപ്പൊ നമ്മൾ ഈ പള്ളിയിൽ ഇരിക്കുകയാണല്ലോ, ഈ മണ്ണ് നമുക്ക് വേണ്ടിയിട്ട് നാളെ അള്ളാഹുവിനോട് സാക്ഷി പറയും. 29-ാം തീയതി തിങ്കളാഴ്ച മഗ്രിബിന് ശേഷം ഇശാ വരെ എന്ത് ചെയ്തിട്ടുണ്ട്? അബൂബക്കർ അവിടെ പള്ളി വന്നിട്ട് ഇരുന്നിട്ടുണ്ട് എന്ന് ആര് സാക്ഷി പറയും? ഈ മണ്ണ് സാക്ഷി പറയും. അപ്പോ നമ്മൾ സുജൂദ് ചെയ്ത സ്ഥലങ്ങൾ വർദ്ധിപ്പിക്കുക. അപ്പൊ ഇവിടെ സുജൂദ് ചെയ്തു, പിന്നെ സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ അപ്പുറത്ത് സുജൂദ് ചെയ്തു, പിന്നെ അതിന്റെ അപ്പുറത്ത് സുജൂദ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്യാണ്? നമ്മൾ സുജൂദ് ചെയ്ത സ്ഥലങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ആ ഒരു മെച്ചം കൂടി അവിടെ നമുക്കുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതെന്ന് വെച്ചാൽ ചില സുന്നത്തുകളൊന്നും നമ്മൾ തീരെ ശ്രദ്ധിക്കൂല. നിനക്ക് അറിയാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ അറിയും, പക്ഷെ അതിന് അർഹിക്കുന്ന ഒരു പരിഗണന നമ്മൾ കൊടുക്കാറില്ല. അപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് നേരെ പോയിട്ട് കൈ കഴുകുകയാണ് വേണ്ടത്. പിന്നെ ആ കൈ എന്ത് ചെയ്യണം? വിരലുകൾ എന്ത് ചെയ്യണം? അത് നക്കി തുടക്കണം. അതെന്താണ്? സുന്നത്താൻ. അതുപോലെ തന്നെ നിസ്കരിക്കുമ്പോൾ മറ സ്വീകരിക്കുക. പല ആൾക്കാരും തീരെ ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ്. പള്ളി കണ്ട് കയറി വരും, എവിടെയാണോ സ്ഥലം കാണുന്നത് അവിടെ നിന്നിട്ടാണ്ട് നിസ്കരിക്കും. ചിലപ്പോൾ പള്ളിന്റെ ഒത്ത നടുവിലൊക്കെ വന്നിട്ടാണ് നിസ്കരിക്കുക. ശരിയല്ല. മറയോട് ഏറ്റവും അടുത്ത് നിൽക്കണം. നിങ്ങൾ ആരെങ്കിലും നിസ്കരിക്കുകയാണെങ്കിൽ നിങ്ങൾ മറയോട് അടുത്ത് നിൽക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നബി സുജൂദ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ആട്ടിൻകുട്ടിക്ക് പോകാനുള്ള ഒരു ഗ്യാപ്പാണ് നബിന്റെ സുജൂദിന്റെയും മറയുടെയും ഇടയിൽ ഉണ്ടായിരുന്നത്. അത്ര അടുത്താണ് നബി നിന്നിരുന്നത്. നബി നിൽക്കുന്നിടത്തുനിന്ന് സുജൂദ് ചെയ്യാനുണ്ടായിരുന്ന ദൂരം ഏകദേശം 3 മുഴമാണ്. അപ്പോൾ വളരെ അടുത്ത് നിന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നിസ്കരിക്കേണ്ടത്. അതെന്താണ്? മറ സ്വീകരിക്കുക എന്നുള്ള സുന്നത്താണ്. അതുപോലെ തന്നെ വുളൂ ചെയ്യുമ്പോൾ പല്ല് തേക്കുക. പല ആൾക്കാരും എന്തെങ്കിലും ശ്രദ്ധിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ ഹദീസുകൾ പറഞ്ഞ സംഗതിയാണ് വുളൂ ചെയ്യുമ്പോൾ ഉള്ള പല്ല് തേക്കൽ. എൻ്റെ ഉമ്മത്തിന് പ്രയാസമാകില്ലായിരുന്നുവെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നബി പറഞ്ഞിട്ടുണ്ട് അത്. അപ്പോൾ അതെന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കേണ്ട സുന്നത്താണ്. പിന്നെ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ നേരെ വീട്ടിലേക്ക് പോകുന്നതിന് പകരം എന്ത് ചെയ്യുക? പള്ളി കയറിയിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. ആ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് എന്ത് ചെയ്യുക? വീട്ടിലേക്ക് പോവുക. യാത്ര കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ എത്തിയാൽ നമ്മുടെ നാട്ടിൽ പള്ളി കയറിയിട്ട് എന്ത് ചെയ്യുക? 2 റക്അത്ത് നിസ്കരിക്കുക. വീട്ടിലേക്ക് കയറുമ്പോൾ പല്ല് തേച്ചിട്ട് കയറുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ കയറി ആദ്യം ചെയ്തിരുന്ന പണി പല്ല് തേക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനത്തെ കുറെ സുന്നത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ, അത് ജീവിപ്പിക്കാൻ നമുക്ക് കഴിയണം. നബി എന്താണോ സുന്നത്തായി പഠിപ്പിച്ചത് അതൊന്നും നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മൾ നല്ലോണം ജാഗ്രത കാണിക്കണം. ഇപ്പൊ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തി ആയിരുന്നു. ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആലയോട് ഒരാൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു കാലിൽ മാത്രം ചെരുപ്പ് ധരിച്ച് നടക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയിട്ടുണ്ട്. ഒറ്റക്കാലിൽ മാത്രം ചെരുപ്പ് ധരിച്ച് നടക്കുക, അത് ഒഴിവാക്കേണ്ടതാണ്. അപ്പൊ ഇയാളുടെ ചോദ്യം ഇതാണ്: ചില സമയത്തൊക്കെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തിരക്കുള്ള സമയമായിരിക്കും, ഒരു ചെരുപ്പ് തൊട്ടടുത്തുണ്ടാകും, അടുത്ത ചെരുപ്പ് കുറച്ച് അപ്പുറത്തായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചെരുപ്പ് ഇട്ടിട്ട് അടുത്ത ചെരുപ്പ് ധരിക്കാൻ
അങ്ങനെ നടന്നു പോകാൻ പറ്റുമോ? ഒരു കാലം മാത്രം ചെരുപ്പ് ധരിക്കരുത് എന്നാണല്ലോ നബി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന് ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല നൽകുന്ന മറുപടി, ഇനി ഇസ്തതഅത അല്ലാ തുഖാലിഫ സുന്നത വലൗ ബിഖുത്വത്തിൻ വാഹിദ, ഒരു കാലടി കൊണ്ടാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് എതിരാകാതിരിക്കാൻ നിനക്ക് പറ്റുമെങ്കിൽ നീ അതാണ് ചെയ്യേണ്ടതെന്നാണ്. ആ ഒരു നിലപാടിലേക്ക് നമ്മൾ ഉയരണം എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ആദ്യം എന്നെയും ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച മസല അതാണ്. ഫർള് നിസ്കാരം കഴിഞ്ഞിട്ട് സുന്നത്ത് നിസ്കരിക്കാൻ എന്ത് ചെയ്യുക? ഒന്ന് മാറി നിൽക്കുക. ആ നിസ്കരിച്ചോടത്ത് തന്നെ നിൽക്കാതെ കുറച്ച് അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഒക്കെ ഒന്ന് മാറി നിൽക്കുക. അല്ലെങ്കിൽ ഒരു സംസാരം കൊണ്ട് എന്ത് ചെയ്യുക? ഒരു വേർതിരിവ് ഉണ്ടാക്കുക എന്നത് സുന്നത്താണ്. മഗ്‌രിബിന് ശേഷമുള്ള സുന്നത്തുകൾ ഓതേണ്ട സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ഇഖ്ലാസും. ഫജറിന്റെ മുമ്പുള്ള 2 റക്അത്തിൽ ഓതുന്ന അതേ സൂറത്തുകൾ തന്നെയാണ് മഗ്‌രിബിന് ശേഷം ഓതി. നേരത്തെ നമ്മൾ പറഞ്ഞില്ല, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹദീസ് 20 തവണ ഞാൻ നബിയെ നിരീക്ഷിച്ചു. ആ 20 തവണയും മഗ്‌രിബിന് ശേഷം നബി ഓതിയത് സൂറത്തുൽ കാഫിറൂനും അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസുമാണ്. അതാണ് സുന്നത്ത്. ഇനി അടുത്തൊരു മസ്അല, റവാത്തിബ് സുന്നത്തുകൾക്ക് ശേഷം എന്തെങ്കിലും പ്രത്യേക ദിക്റുകളോ ദുആകളോ ഉണ്ടോ? ഫർള് നിസ്കരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് പറയും. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അതൈത. ഇതൊക്കെ നമ്മൾ ചൊല്ലും ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം. സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ഇങ്ങനെ ദിക്റുകൾ ചൊല്ലണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്താ സിനാൻ എൻ്റെ അഭിപ്രായം? ചൊല്ലണോ? ഇജ്ജ് ചൊല്ലലുണ്ടോ? സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ദിക്റുകൾ ചൊല്ലേണ്ട ആവശ്യമില്ല. സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം അങ്ങനെ പ്രത്യേകമായ ദിക്റുകൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബിമാരോ ചൊല്ലിയിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ ഒരാൾ അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് പറയേണ്ട ആവശ്യമില്ല. അത് ഫർള് നിസ്കാരത്തിന് ശേഷമാണ്. സുന്നത്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം എന്നുള്ളത് ചൊല്ലേണ്ട ആവശ്യമില്ല. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അതൈത ചൊല്ലേണ്ട ആവശ്യമില്ല. അതൊക്കെ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷമാണ് ചൊല്ലേണ്ടത്. സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം പ്രത്യേകമായ അദ്കാറുകളോ ദുആകളോ വന്നിട്ടില്ല. എന്നാൽ 2 സുന്നത്ത് നിസ്കാരങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പറയും. ആ 2 സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം പ്രത്യേകമായ ദിക്റുകൾ ഉണ്ട്. ഏതൊക്കെയാണ് ആ സുന്നത്ത് നിസ്കാരങ്ങൾ? ഒന്ന് റമളാനിൽ നമുക്ക് പരിചയം ഉണ്ടാവും, വിത്ർ, സലാത്തുൽ വിത്ർ അല്ലെ? സലാത്തുൽ വിത്റിന് ശേഷം പ്രത്യേകമായ ദിക്ർ വന്നിട്ടുണ്ട്. എന്താണ് ആ ദിക്ർ? സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്. അധികാരമുള്ള അള്ളാഹു, വിശുദ്ധിയുള്ള അള്ളാഹു, അവൻ എത്ര പരിശുദ്ധനാണ്, അവനൊരു ന്യൂനതയും ഇല്ലാത്തവനാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിത്ർ നിസ്കാരത്തിന് ശേഷം 3 തവണ ചൊല്ലിയിരുന്നു എന്നാണ്. അല്ലെ, 3 തവണ ചൊല്ലുമ്പോൾ 3ാമത്തെ തവണ ശബ്ദം ഉയർത്തി ഒന്ന് നീട്ടിയിട്ടാണ് നബി ചൊല്ലിയിരുന്നത്. അപ്പോൾ സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്. 3ാമത്തെ തവണ ആകുമ്പോൾ ഒന്നുകൂടി ശബ്ദം ഉയർത്തിയിട്ട് സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് ശബ്ദം ഉയർത്തി നീട്ടിയിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലിയിരുന്നത്. അപ്പോൾ ദിക്ർ ചൊല്ലേണ്ട ഒരു സുന്നത്ത് നിസ്കാരം വിത്ർ നിസ്കാരാണ്. 2ാമത്തതോ സ്വലാത്തു അദ്ദുഹാ, ദുഹാ നിസ്കാരത്തിന് ശേഷവും അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ദിക്ർ വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ഗഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഗഫിർലി, അല്ലാഹു നീ എനിക്ക് പുറത്തു തരണമേ. വതുബ് അലയ്യ, നീ എനിക്ക് മാപ്പ് നൽകണമേ. ഇന്നക അൻത തവ്വാബുർ റഹീം, നീ അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്, തൗബ സ്വീകരിക്കുന്നവനാണ്, നീ അങ്ങേയറ്റം കാരുണ്യം കാണിക്കുന്നവനാണ്. ഈ ദിക്റുകൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലുഹാ നിസ്കാരത്തിന് ശേഷം 100 തവണ ചൊല്ലിയിരുന്നു എന്ന് നമ്മുടെ ഉമ്മ ആയിഷ ബീവി പറഞ്ഞു തരുന്നുണ്ട്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ അൽ അദബുൽ മുഫ്രദ് എന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചില പണ്ഡിതന്മാരൊക്കെ അത് വൈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇമാം അൽബാനി റഹിമഹുല്ല, അതുപോലെ തന്നെ ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ല, ഇബ്നു ബാസ് റഹിമഹുല്ല, ഇവരൊക്കെ അത് പ്രത്യേകം സുന്നത്താണെന്ന്, അല്ലെങ്കിൽ ആ പ്രാർത്ഥന സ്വീകാര്യോഗ്യമാണെന്ന് പറഞ്ഞവരാണ്. അപ്പൊ ഇതാണ് നമ്മൾ അടുത്തൊരു മസ്അല. സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം പ്രത്യേകമായ അദ്കാറുകളോ ദുആകളോ ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം പ്രത്യേകമായിട്ടൊന്നും ചൊല്ലേണ്ടതില്ല. എന്നാൽ 2 സുന്നത്ത് നിസ്കാരങ്ങൾ, ഒന്ന് വിത്റാണ്, 2 ഏതാണ്? സ്വലാത്തു അദ്ദുഹാ, ദുഹാ നിസ്കാരവുമാണ്. ഇവിടെ പ്രത്യേകമായ ദിക്റുകൾ വന്നിട്ടുമുണ്ട്. ഇൻഷാ അല്ലാഹ് സ്വലാത്തു ദുഹായെ പറ്റിയിട്ടൊക്കെ വിശദമായിട്ട് നമുക്ക് അടുത്തൊരു ഫിഖ് ക്ലാസ്സിൽ പറയാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിസ്കരിക്കാം. അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഇമാം വന്നിട്ട് എന്ത് ചെയ്യാം? അവർക്ക് നിസ്കരിക്കാം. നിങ്ങൾ ഇമാമും അവർ മഅ്മൂമായിട്ട് ആ നിസ്കാരം തുടരാം. അപ്പൊ നിങ്ങൾ സുന്നത്താ നിസ്കരിക്കുന്നത്,
അവർ ഫർളാണ് നിസ്കരിക്കുന്നത്. അതാ നിസ്കാരത്തെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഇപ്പൊ മുആദ് റളിയല്ലാഹു അൻഹു, ഇതിനല്ലേ സംശയം തന്നെയല്ലേ, മുആദ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇശാ നിസ്കരിക്കും മദീനയിൽ. അപ്പോൾ നബിയാണ് ഇമാം, മുആദ് റളിയല്ലാഹു അൻഹു മഅ്മൂമായിട്ടാണ് നിസ്കരിക്കുന്നത്. എന്നിട്ട് മുആദ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യും, നാട്ടിലേക്ക് ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ളുഹറിന് ശേഷമുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്, ളുഹറിന് ശേഷമുള്ള സുന്നത്ത് എന്ത് ചെയ്യാണ്, നിസ്കരിക്കാൻ. അപ്പോൾ സുന്നത്ത് നിസ്കരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് നമ്മളെ ഇമാമാക്കിയിട്ട് തുടർന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. നമുക്ക് ആ നിസ്കാരം എന്ത് ചെയ്യാം, അങ്ങനെ തന്നെ തുടരാം. നമ്മൾ ഇമാമായിട്ടും അവർ മഅ്മൂമായിട്ടും അങ്ങനെ തന്നെ തുടർന്ന് നിസ്കരിക്കാം. നമ്മൾ സുന്നത്താണ് നിസ്കരിക്കുന്നത്, അവർ ഫർളാണ് നിസ്കരിക്കുന്നത്. പക്ഷെ അതെന്ത് ചെയ്യൂല, നമ്മൾ രണ്ടുപേരുടെ നിസ്കാരത്തെ ബാധിക്കുന്ന വിഷയമല്ല. അതിനുള്ള തെളിവാണ് പറയുന്നത്, മുആദ് റളിയല്ലാഹു അൻഹു മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിന്നിട്ട് ഇശാ നിസ്കരിക്കും. ആ നിസ്കാരം മുആദ് റളിയല്ലാഹു അൻഹു സുന്നത്താണോ ഫർളാണോ? എന്താണ്, ഫർളല്ലേ, ഫർളാണ്. അതിന് മുആദ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചിട്ട് മുആദ് റളിയല്ലാഹു അൻഹു നാട്ടിലേക്ക് തിരിച്ചു പോകും. എന്നിട്ട് ആ നാട്ടിലെ ജനങ്ങൾക്ക് ഇശാ നിസ്കാരത്തിന് ഇമാം എന്നിട്ട് മുആദ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യും, നിസ്കരിക്കും. അപ്പൊ അവിടെ രണ്ടാമത്തെ ഇശാ ആണ് മുആദ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്നത്. അത് മുആദ് റളിയല്ലാഹു അൻഹു സുന്നത്താണ്. അത് മുആദ് റളിയല്ലാഹു അൻഹു സുന്നത്താണ്, നിർബന്ധമല്ല. ഒരാൾ ഒരു വക്ത് ഒരു തവണ നിസ്കരിച്ചാൽ മതി. രണ്ടാമത്തെ തവണ വേറൊരു ജമാഅത്തിന്റെ കൂടെ നിസ്കരിക്കുന്നുവെങ്കിൽ അത് സുന്നത്തായിട്ടാണ് കണക്കാക്കുക, ഫർളല്ല. അപ്പൊ മുആദ് റളിയല്ലാഹു അൻഹു അവിടെ അത് സുന്നത്താണ്, പിന്നെ നിസ്കരിക്കുന്ന ആൾക്കാർക്ക് എന്താണ്, ഫർളാണ്. അപ്പൊ സുന്നത്ത് നിസ്കരിക്കുന്ന മുആദ് റളിയല്ലാഹു അൻഹു തുടർന്നിട്ട് ആര് നിസ്കരിച്ചു, ഫർള് നിസ്കരിക്കുന്ന നാട്ടുകാർ നിസ്കരിച്ചു. ഈ വിവരം നബി അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ നബി വിലക്കിയോ? നബി വിലക്കിയിട്ടില്ല. അങ്ങനെ അത് പ്രശ്നമില്ല എന്നുള്ളതാണ്. ഇപ്പോ മുആദ് റളിയല്ലാഹു അൻഹു നിയ്യത്ത് എന്താണ്, സുന്നത്താണ്. അവിടെ നാട്ടിൽ ഇമാമൊക്കെ വേറെ ആളില്ലാത്തതുകൊണ്ടാണ് ആര് നിൽക്കുന്നത്, മുആദ് റളിയല്ലാഹു അൻഹു നിൽക്കുന്നത്. മുആദ് റളിയല്ലാഹു അൻഹു പിന്നെ നിൽക്കുന്ന ആൾക്കാരുടെ നിയ്യത്ത് എന്താണ്, ഫർളാണ്. ആ നിയ്യത്ത് എന്ത് ചെയ്യൂല, നിസ്കാരത്തെ ബാധിക്കില്ല. അപ്പൊ നമ്മൾ യാത്രക്കാരനാണ്, നമ്മൾ പള്ളിയിലേക്ക് വന്നു, പള്ളി വന്നപ്പോൾ അവിടെ അസർ ജമാഅത്ത് നടക്കാൻ, നമ്മൾ എന്ത് നിസ്കരിച്ചിട്ടില്ല, ളുഹർ നിസ്കരിച്ചിട്ടില്ല. ആ അസർ നിസ്കരിക്കുന്ന ആൾക്കാരെ പിന്നെ നിന്നിട്ട് നമുക്ക് എന്ത് നിസ്കരിക്കാം, ളുഹർ നിസ്കരിക്കാം. ഇമാമിന്റെയും മഅ്മൂമിന്റെയും നിയ്യത്ത് മാറി എന്നുള്ളത് എന്താവൂല, നിസ്കാരത്തെ ബാധിക്കുന്ന വിഷയമല്ല എന്നുള്ളതാണ്. അപ്പോൾ റവാത്തിബ് സുന്നത്തുകളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് സ്വലാത്തുൽ ലൈൽ, രാത്രി നിസ്കാരം, അതുപോലെ തന്നെ ദുഹാ നിസ്കാരമൊക്കെ വരുന്ന ക്ലാസ്സുകൾ നമുക്ക് ചർച്ച ചെയ്യാം. ഇനി റവാത്തിബ് അല്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളും ഉണ്ട്. അതാണ് തഹിയ്യത്ത് നിസ്കാരം. അല്ലെ, എന്താ തഹിയ്യത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ? പള്ളിയിലേക്ക് കയറിയാലുള്ള 2 റക്അത്ത് സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖല അഹദുക്കും അൽ മസ്ജിദ ഫലാ യജ്ലിസ് ഹത്താ യുസല്ലിയ റക്അതൈൻ. നിങ്ങൾ ആരെങ്കിലും പള്ളിക്ക് കയറിയാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇരിക്കരുത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ചില പണ്ഡിതന്മാരൊക്കെ ഇത് നിർബന്ധമാണെന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ ശരിയായ അഭിപ്രായം തഹിയ്യത്ത് നിസ്കാരം നിർബന്ധമല്ല, അത് സുന്നത്താണ്, സുന്നത്ത് മുഅക്കദയാണെന്നുള്ളതാണ് ശരിയായ അഭിപ്രായം. അപ്പൊ എപ്പോ ഒരാൾക്ക് പള്ളിയിൽ കയറിയാലും എന്ത് ചെയ്യാം, ആ 2 റക്അത്ത് നിസ്കരിക്കാം. ഏത് സമയത്ത് കയറിയാലും. നമ്മൾ നിസ്കരിക്കാൻ തന്നെ വന്നാൽ, ചിലപ്പോൾ നമ്മൾ ളുഹർ നിസ്കരിക്കാൻ വന്നാവില്ല, അസർ നിസ്കരിക്കാൻ വന്നാവില്ല, നിസ്കാരത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ പള്ളിക്ക് വന്നത്. അപ്പൊ നമ്മളൊരു പുസ്തകം പള്ളിയിലുണ്ട്, ആ പുസ്തകം എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അല്ലെങ്കിൽ നമ്മൾ നിസ്കരിച്ചു പോയി, കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി വീടിന്റെ ചാവി പള്ളിയിൽ മറന്നു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ചാവി എടുക്കാൻ വേണ്ടിയിട്ടാണ് പള്ളിക്ക് വന്നത്. അപ്പോഴൊക്കെ എന്താ ചെയ്യാം, പള്ളിക്ക് കയറിയാൽ എന്ത് ചെയ്യാം, ആ 2 റക്അത്ത് നമുക്ക് സുന്നത്തായിട്ട് നിസ്കരിക്കാം. അപ്പൊ തഹിയ്യത്ത് നിസ്കാരത്തിനുള്ള കാരണം എന്താണ്, പള്ളിയിൽ കയറുക എന്നുള്ളതാണ്. പള്ളിയിൽ കയറിയാൽ എന്ത് ചെയ്യാം, 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്, അത് സുന്നത്താണ്. മറ്റൊരു സുന്നത്താണ് വുളു എടുത്തു കഴിഞ്ഞാലുള്ള 2 റക്അത്ത് സുന്നത്ത്. എപ്പോ വുളു എടുത്താൽ എന്ത് ചെയ്യാം, ഒരാൾക്ക് 2 റക്അത്ത് ആ വുളുവിന്റെ പേരിൽ സുന്നത്തായിട്ട് നിസ്കരിക്കാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഈ ബിലാലെ നീ എന്താണ് ചെയ്തത്, നിന്റെ ഏത് കർമ്മമാണ് എന്ന് ചോദിച്ചിട്ട് നബി പറയാണ്, ഫഇന്നി സമിഅ്തു ദഫന അലൈക ബൈന യദയ്യ ഫിൽ ജന്ന. സ്വർഗ്ഗത്തിൽ എൻ്റെ മുമ്പിൽ നിന്റെ കാലടി ശബ്ദം, നിന്റെ ചെരുപ്പിന്റെ ശബ്ദം ഞാൻ കേട്ടു. അതിന് നീ എന്താണ് ചെയ്തത്, ഏത് കർമ്മം കൊണ്ടാണ് നിനക്കത് കിട്ടിയത് എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. അപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹു അതിന് നൽകുന്ന മറുപടി, വമാ അസാബനി ഹദസുൻ ഖത്തു ഇല്ലാ തവദ്ദഅതു ഇൻദഹാ. എപ്പോ വുളു നഷ്ടപ്പെട്ടാലും ഞാൻ എന്ത് ചെയ്യും, വുളു എടുക്കും. വുളു എപ്പോ നഷ്ടപ്പെട്ടാലും വുളു എടുക്കും. വറഅയ്തു അന്ന ലില്ലാഹി അലയ്യ റക്അതൈൻ. അങ്ങനെ വുളു എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഒരു 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്യും. നിസ്കരിക്കാൻ വേണ്ടി മാത്രമല്ല വുളു എടുക്കുന്നത്, എപ്പോ വുളു നഷ്ടപ്പെട്ടാലും എന്ത് ചെയ്യും, പോയിട്ട് വുളു എടുക്കും. വുളു എടുത്തു കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്യും. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ബിഹിമാ, ആ 2 കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് നിനക്ക് ആ പദവി കിട്ടിയത്. സ്വർഗത്തിൽ നിന്റെ കാലടി ശബ്ദം ഞാൻ കേൾക്കാനുള്ള കാരണം എന്താണ്? അപ്പോ ഇതും എന്താണ്, സുന്നത്ത് നിസ്കാരമാണ്. ഒരാൾക്ക് എപ്പോ വുളു ചെയ്താലും എന്ത് ചെയ്യാം, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു സുന്നത്ത് നിസ്കാരമാണ്
ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള സുന്നത്ത് നിസ്കാരം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൈന കുല്ലി അദാനൈനി സ്വലാത്തുൻ, ബൈന കുല്ലി അദാനൈനി സ്വലാത്തുൻ, ബൈന കുല്ലി അദാനൈനി സ്വലാത്തുൻ. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ 2 റക്അത്ത് നിസ്കാരമുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ പറഞ്ഞു. ഞാൻ 3ാമത്തെ തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൂടി പറഞ്ഞു, ലിമൻ ഷാ, ഉദ്ദേശിക്കുന്നവർക്ക് എന്ത് ചെയ്യാം, അത് നിസ്കരിക്കാം. അപ്പൊ എന്തല്ല, അത് നിർബന്ധമല്ല. അപ്പോൾ ബാങ്കിന്റെയും ഇഖാമത്തിന്റെ ഇടയിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. അത് റവാത്തിബ് സുന്നത്ത് അല്ലെങ്കിൽ വുളൂവിന്റെ സുന്നത്തോ തഹിയ്യത്തോ ഒന്നും അല്ല, അതല്ലാതെ തന്നെ ഉള്ള 2 റക്അത്ത് സുന്നത്താണ്. ഇപ്പോൾ ഇഷാ ബാങ്ക് കൊടുക്കും കുറച്ച് കഴിഞ്ഞാൽ, ബാങ്ക് കൊടുത്ത് ഇഖാമത്ത് കൊടുക്കുന്ന ഇടയിൽ എന്തുണ്ട്, 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഉണ്ട്. അത് റവാത്തിബ് സുന്നത്തല്ല, അല്ലെങ്കിൽ വുളൂവിന്റെ സുന്നത്തല്ല, തഹിയ്യത്തല്ല. അപ്പൊ നമ്മൾ പള്ളിയിൽ ഇരിക്കാണ്, നമ്മൾ വീണ്ടും തഹിയ്യത്ത് നിസ്കരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് എന്ത് നിസ്കരിക്കാം, ബാങ്കിന്റെയും ഇഖാമത്തിന്റെ ഇടയിലുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. അത് വേറെ തന്നെ സുന്നത്താണ്. അതുപോലെ തന്നെ സുന്നത്തായിട്ട് സ്ഥിരപ്പെട്ട വേറൊരു നിസ്കാരമാണ് അസറിന് മുമ്പ് സുന്നത്തുണ്ടോ, അസറിന് ശേഷം ഇല്ല. അസർ നിസ്കാരത്തിന് മുമ്പും അസർ നിസ്കാരത്തിന് ശേഷവും റാത്തിബത്തില്ല, റവാത്തിബ് സുന്നത്ത് ഇല്ല. എന്നാൽ അതല്ലാത്ത സുന്നത്ത് നിസ്കാരം ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഹിമല്ലാഹു ഇംറഅൻ സ്വല്ലാ ഖബ്ല അസ്രി അർബഅൻ. അല്ലാഹു കാരുണ്യം ചെയ്യട്ടെ, റഹിമല്ലാഹ്, അല്ലാഹു കാരുണ്യം ചൊരിയട്ടെ. ആർക്ക്? സ്വല്ലാ ഖബ്ല അസ്രി അർബഅൻ. അയാൾ എന്ത് ചെയ്തു, അസറിന് മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. ആ മനുഷ്യന് അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാകട്ടെ എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത്. ഈ ഹദീസിന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ ഇബ്നു ഹിബ്ബാൻ, അതുപോലെ തന്നെ അൽബാനി, ഇബ്നു ബാസ് റഹിമഹുള്ളൊക്കെ സ്വീകാര്യോഗ്യമാണെന്ന് പറഞ്ഞത് ഈ ഹദീസിനെ പറ്റിയിട്ടാണ്, നേരത്തെ പറഞ്ഞ ഹദീസിനെ പറ്റിയിട്ടല്ല, ഈ ഹദീസിനെ പറ്റിയിട്ടാണ്. മനസ്സിലായില്ല. ഈ കൂലി കിട്ടുമെന്നുള്ള ഇല്ലില്ല. ഇത് ഈ പറയുന്നതൊക്കെ എന്താണ്, സുന്നത്ത് നിസ്കാരങ്ങളാണ്. സുന്നത്ത് നിസ്കാരങ്ങൾ ഒരാൾ ഒഴിവാക്കി എന്നതുകൊണ്ട് എന്തില്ല, അയാൾക്ക് കുറ്റമില്ല. എന്നാൽ വലിയ ശ്രേഷ്ഠതകളാണ്. റവാത്തിബ് സുന്നത്തിന്റെ ശ്രേഷ്ഠത നമ്മൾ പറഞ്ഞല്ലോ, ആ ശ്രേഷ്ഠതയൊക്കെയാണ് നഷ്ടപ്പെടുക. റവാത്തിബ് സുന്നത്ത് നഷ്ടപ്പെട്ടാൽ അത് മടക്കി നിർവഹിക്കുന്ന രൂപം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇപ്പൊ ഇങ്ങനത്തെ നിസ്കാരങ്ങൾ ഇടക്ക് ഒരാൾ നിർവഹിക്കുന്നില്ല എന്നുകൊണ്ടില്ല പ്രശ്നമല്ല. ഇത് സുന്നത്താണ്, നിർവഹിച്ചിട്ടില്ല എങ്കിൽ അയാൾക്ക് കുറ്റം കിട്ടൂല. പക്ഷെ ആ വലിയ കൂലി അവർക്ക് നഷ്ടപ്പെടുന്നുള്ളതേ വിഷയമുള്ളൂ. ഇടക്ക് നഷ്ടപ്പെട്ടു എന്നുകൊണ്ട് അവരെ ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ അവർക്ക് അതിന്റെ പേരിൽ കുറ്റമോ ഒന്നും ഇല്ല. ഇപ്പോ 4 റക്അത്ത് നിസ്കരിക്കണമെങ്കിലോ? അതെ അതെ. അതെ. അപ്പൊ സുന്നത്ത് ബാങ്ക് കൊടുത്തിട്ട് പറയാൻ. അപ്പോൾ ഇവിടെ അത്രവൊക്കെ ചോദിച്ച ചോദ്യം, ഇതിലിപ്പോ സുന്നത്ത് നിസ്കാരങ്ങളുടെ നിയ്യത്ത് എങ്ങനെയാണ് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ്. എന്ത് കരുതിയിട്ടാണ് നമ്മൾ നിസ്കരിക്കുന്നുള്ളതാണ്. അപ്പോൾ പള്ളിയിൽ കയറുമ്പോൾ നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ, ഒരു 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ വെറുതെ ഒരാൾ 2 റക്അത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ വീണ്ടും 2 റക്അത്ത് നിസ്കരിക്കുന്ന അയാളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടല്ലോ. ഒരാൾ എന്ത് ചെയ്തു, പള്ളിയിൽ കയറിയിട്ട് 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിച്ചു, പിന്നെ അയാൾ വീണ്ടും നിസ്കരിക്കണമെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ. അപ്പോൾ അവിടെ ഒരു തേട്ടുണ്ട് അയാളുടെ മനസ്സിൽ, അതെന്താണ്, റവാത്തിബാണ്. നിയ്യത്ത് ഉണ്ടാവണം എന്തായാലും. നിസ്കാരത്തിന് എന്ത് വേണം, വെറുതെ പോയിട്ട് 2 റക്അത്ത് നിരുപാധികം നിസ്കരിക്കല്ല. അത് നിരുപാധികളുടെ സുന്നത്ത് നിസ്കാരങ്ങൾ കാരണമൊന്നുമില്ലാതെ വെറുതെ നമുക്ക് നിസ്കരിക്കാം. അതല്ലാത്ത നിസ്കാരങ്ങളാകുമ്പോൾ, ഇപ്പോൾ റവാത്തിബാകുമ്പോൾ ഇത് റാത്തിബത്താണ്. ലുഹറിന് മുമ്പ് 4 റക്അത്ത് റവാത്തിബ് ഉണ്ട്, അതിന്റെ 2 റക്അത്താണ് ഞാൻ നിസ്കരിക്കുന്നത്. പിന്നെ അത് സലാം വിട്ടിട്ട് അടുത്ത 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ഇത് അടുത്ത 2 റക്അത്താണ് എന്നൊരു നിയ്യത്ത്. അല്ലെങ്കിൽ പള്ളി കയറിയിട്ട് 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ഇത് പള്ളി കയറിയാലുള്ള 2 റക്അത്ത് തഹിയ്യത്ത് ഉണ്ടല്ലോ, ആ തഹിയ്യത്ത് നിസ്കാരമാണ് നിർവഹിക്കുന്നുള്ളത് മനസ്സിലുണ്ടാവണം. അല്ലെങ്കിൽ വുളു എടുത്തിട്ട് നിസ്കരിക്കുമ്പോൾ ആ വുളുവിന്റെ സുന്നത്താണെന്നുള്ള ആ ഒരു കരുതൽ, ആ തേട്ടം എന്ത് ചെയ്യണം, നമ്മുടെ മനസ്സിലുണ്ടാവണം. അതനുസരിച്ചിട്ടാണോ എന്ത് ചെയ്യുക, നിസ്കാരങ്ങൾ വേർതിരിയുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ മസാലയാണ്. എന്ത് ചെയ്യാം, ഒറ്റ നിയ്യത്തിൽ എന്ത് ചെയ്യുക, റവാത്തിബും അതുപോലെ തന്നെ വുളുവിന്റെ സുന്നത്തും നിർവഹിക്കുക. ഒരാൾ എന്ത് ചെയ്യണം, പള്ളി കയറിയിട്ട് 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. അപ്പോൾ അയാളുടെ മനസ്സിലുള്ളത് ഇത് തഹിയ്യത്താണ്, അതുപോലെ തന്നെ വുളുവിന്റെ സുന്നത്താണ്, അതുപോലെ തന്നെ റവാത്തിബാണ്. ഇത് 3ഉം കരുതിയിട്ടാണ് എന്ത് ചെയ്തത്, 2 റക്അത്ത് നിസ്കരിച്ചത്. 3ഉം എന്ത് ചെയ്യും, പരിഗണിക്കപ്പെടും. എന്നാൽ ഒരാൾ എന്ത് ചെയ്തു, ഇത് 3 ആക്കിയിട്ട് തന്നെ നിർവഹിച്ചു. 2ആൾക്കും കിട്ടുന്ന കൂലി എന്തായിരിക്കൂല. അല്ലാഹു അലം, ഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ. പരിശ്രമിക്കുന്ന ഒരാളുടെയും കൂലി എന്ത് ചെയ്യൂല,
അള്ളാഹു നഷ്ടപ്പെടുത്തി കളയില്ല. രണ്ടാളുടെയും പരിശ്രമം ഒന്നാണോ? അല്ല, ഒരാൾ ഒറ്റ നിയ്യത്ത് തന്നെ എന്താ ചെയ്തത്? മൂന്നും ഒറ്റ 2 റക്അത്ത് നിസ്കരിച്ച ശേഷം 3 നിയ്യത്താണ് വെച്ചത്. 3 നിസ്കാരങ്ങൾ എന്നുള്ള നിയ്യത്തിലാണ് നിർവഹിച്ചത്. വേറൊരാള് 3 ആക്കിയിട്ട് തന്നെയാണ് നിർവഹിച്ചത്. രണ്ടാളുടെയും പരിശ്രമം എന്താണ്? വേറെയാണ്. അപ്പോൾ കൂടുതൽ പരിശ്രമിക്കുന്നവർക്ക് അല്ലാഹു അലം, അള്ളാഹു കൂടുതൽ കൂലി കൊടുക്കും. ജുമാക്ക് ശേഷമുള്ള സുന്നത്ത് നമ്മൾ പറഞ്ഞത്, അത് 4 റക്അത്താന്ന് പറഞ്ഞവരുണ്ട്, 6 റക്അത്താന്ന് പറഞ്ഞവരുണ്ട്, 2 റക്അത്ത് പള്ളിയിൽ വെച്ച് 2 റക്അത്ത് വീട്ടിൽ വെച്ച് എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അതന്നെ ജുമാക്ക് ശേഷം ഇങ്ങനൊരു സുന്നത്ത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ സുന്നത്താണ് ഞാൻ നിർവഹിക്കുന്നുള്ള നിയ്യത്ത് ഉണ്ടായാൽ മതി. അപ്പൊ അവസാനമായിട്ട് നമ്മൾ പറഞ്ഞത് ഇതാണ്. അസറിന് മുമ്പുള്ള 4 റക്അത്ത് സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഹിമല്ലാഹു ഇംറഅൻ സല്ലാ ഖബ്ലൽ അസ്രി അർബഅൻ. ആരെങ്കിലും അസറിന് മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാകട്ടെ എന്ന് നബി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ ആ 4 റക്അത്ത് എന്ന് പറഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിക്കുക, സലാം വിട്ടുക, പിന്നെ 2 റക്അത്ത് നിസ്കരിക്കുക, സലാം വിട്ടുക എന്നുള്ളതാണ് അതിന്റെയും രൂപം. അതും എന്തല്ല, റാത്തിബത്തല്ല. അസറിന് മുമ്പ് എന്തില്ല? റാത്തിബത്തില്ല. അസറിന് ശേഷം എന്തില്ല? റാത്തിബത്ത് ഇല്ല എന്നുള്ളതാണ്. ഇനി അവസാനം റവാത്തിബ് സുന്നത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മസല കൂടി പറയാം. നമ്മൾ സുന്നത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കാൻ, സുന്നത്ത് നിസ്കരിക്കുന്നതിനിടയിൽ ഇഖാമത്ത് കൊടുത്തു, നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ നിസ്കാരം പൂർത്തിയാക്കണോ? നിസ്കാരം മുറിക്കണോ? എന്താ ചെയ്യേണ്ടത്? അഹ്സൻത് ശരിയാണോ പറഞ്ഞത്? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഉഖീമത്തിസ് സ്വലാത്തു ഫലാ സ്വലാത്ത ഇല്ലൽ മക്തൂബ. ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിർബന്ധ നമസ്കാരമല്ലാത്ത വേറെ നിസ്കാരങ്ങൾ ഇല്ല. അപ്പൊ ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് നിസ്കാരം തുടങ്ങാൻ പാടില്ല. അതിലെന്തില്ല? അഭിപ്രായ വ്യത്യാസമല്ല, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇവിടെ എന്ത് ചെയ്തു? ഇഖാമത്ത് കൊടുത്തിട്ടുണ്ട്, നമ്മൾ അവിടുന്ന് പുറത്തുനിന്ന് വരികയാണ്. അപ്പോൾ അള്ളാഹ്, ഞാൻ ളുഹറിന് മുമ്പുള്ള റവാത്തിബ് നിസ്കരിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ നിസ്കാരം നടക്കുന്നത്, നമ്മളവിടെ മൂലക്കൽ വേറെ സുന്നത്ത് നിസ്കരിക്കുന്ന പരിപാടി ശരിയല്ല, അത് ഉണ്ടാകാൻ പാടില്ല. എന്നാൽ നിസ്കാരം തുടങ്ങിയതിന് ശേഷമാണ് എന്ത് ചെയ്തത്? ഇഖാമത്ത് കൊടുത്തത്. നമ്മൾ സമയം നോക്കില്ല, എന്ത് ചെയ്തു? നമ്മൾ നിസ്കാരം തുടങ്ങി, അപ്പോൾ സംഭവം 30 സെക്കൻഡ് എന്നിട്ടായിരുന്നുള്ളൂ ഇഖാമത്ത് കൊടുക്കാൻ ബാക്കി ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നിസ്കരിക്കുന്ന ഇടയിൽ എന്ത് ചെയ്തു? ഇഖാമത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ആ നിസ്കാരം മുറിക്കണം എന്ന് പറഞ്ഞവരുണ്ട്, ആ നിസ്കാരം പെട്ടെന്ന് ചുരുക്കി പൂർത്തിയാക്കിയാൽ മതി എന്ന് പറഞ്ഞവരും ഉണ്ട്. അതിന് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലൊക്കെ പറയുന്ന ഒരു മറുപടി, ഒരാൾ നിസ്കാരത്തിന്റെ തുടക്കത്തിലാണെങ്കിൽ, അയാൾ നിസ്കാരം തുടങ്ങിയിട്ടുള്ളൂ, ഫാത്തിഹ ഓതിയിട്ടുള്ളൂ, അല്ലെങ്കിൽ റുക്കുവിലേക്ക് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ 1ാമത്തെ റക്അത്തിൽ റുക്കു കഴിഞ്ഞിട്ടുള്ളൂ, അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക? അവർ ആ നിസ്കാരം മുറിച്ചിട്ട് എന്ത് ചെയ്യുക? ഇമാമിന്റെ കൂടെ വന്ന് ഫർദ് നിസ്കാരത്തിന് ജോയിൻ ചെയ്യുക. അതാണ് വേണ്ടത്. എന്നാൽ ഒരാൾ 2ാമത്തെ റക്അത്തിലുള്ളത്, അല്ലെങ്കിൽ അവസാനത്തെ റക്അത്തിൽ 2ാമത്തെ റക്അത്തിൽ സുജൂദിൽ എത്തിയിട്ടുണ്ട്, അവസാനത്തെ ഭാഗങ്ങളിലാണ് നിസ്കാരത്തിന്റെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? പെട്ടെന്ന് അത് ചുരുക്കി നിർവഹിച്ച് പൂർത്തിയാക്കിയിട്ട് സലാം വീട്ടിയിട്ട് ഇമാമിന്റെ കൂടെ ചേരുക എന്നുള്ള രൂപമാണ് വേണ്ടത്. ഇവിടെ നിസ്കാരം മുറിക്കുമ്പോൾ എന്തിന്റെ ആവശ്യമില്ല? സലാം വീട്ടേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ നിസ്കരിക്കുന്നതിനിടയിൽ സുന്നത്ത് നിസ്കാരം മുറിച്ചിട്ട് ഫർദ് നിസ്കാരത്തിന്റെ കൂടെ ചേരുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നിടത്ത് നിന്ന് സലാം വീട്ടേണ്ട ആവശ്യമില്ല. സലാം വീട്ടുക എന്നുള്ളത് എന്താണ്? നിസ്കാരം പൂർത്തിയാക്കിയതിന് ശേഷം ചെയ്യേണ്ട കാര്യമാണ്. നിസ്കാരത്തിന്റെ ഇടയിലൊക്കെ വെച്ച് നിസ്കാരം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ നിസ്കാരം മുറിക്കുകയാണെങ്കിൽ എന്ത് മതി? നിയ്യത്ത് മതി. ഞാൻ നിസ്കാരം മുറിക്കുകയാണെന്നുള്ള നിയ്യത്ത് ഉണ്ടായാൽ തന്നെ എന്തായി? നിസ്കാരം മുറിഞ്ഞ അവിടെ വേറെ സലാം വീട്ടേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതൊക്കെയാണ് റവാത്തിബ് സുന്നത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട മസലകൾ.